സമർപ്പണ ബോധമുള്ള ആളുകളായിരിക്കണം ഇത്തരം രംഗത്ത് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അങ്ങനെ സമർപ്പണ ബോധമുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അവിടെ ഞാനെന്ന ഭാവത്തോടല്ലാത്ത രീതിയിൽ മറ്റു ചിന്തകളിൽ അവരെ അടങ്ങി ഭരിക്കുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ആഴവും അർത്ഥവും കൂടും. അങ്ങനെ ആഴവും അർത്ഥവും കൂടുന്ന ചേരുന്ന ഒരു സമീകൃതമായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ അതിലേക്കുള്ള ഈ കിഴുവറമ്പ് ഡിവിഷന്റെ പ്രതിനിധി രക്തകുമാരി രാമകൃഷ്ണൻ. അതിൽ രക്തകുമാരി രാമകൃഷ്ണൻ പറയുന്ന കൂട്ടത്തിൽ എടുത്തു പറയേണ്ട പേര് രാമകൃഷ്ണൻ ഇവിടെ കൂടുണ്ട്. എനിക്കറിയാം, ഒരു പദ്ധതി നഷ്ടപ്പെടുത്താതെ പദ്ധതി വിഹിതം വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ കൂടെ ഓടി നടന്ന് അത് പദ്ധതി രേഖ പരിപൂർണമായ അർത്ഥത്തിൽ അത് എത്തേണ്ടോടത്ത് എത്തിച്ച് പ്ലാനിംഗ് കമ്മീഷൻ അതിൻ്റെ കൃത്യമായ സമയത്തിനുള്ളിൽ അതിൻ്റെ അലോട്ട്മെന്റ് വാങ്ങി അത് ആരാണോ ആ പ്രവൃത്തി ചെയ്തത് ആ കരാറുകാരൻ്റെ ആ കൺവീനറുടെ കൂടെ കൃത്യമായി നടന്ന് സമയകൃത്യതയോടുകൂടി അത് പൂർത്തീകരിക്കാനുള്ള കഴിവ് ആ രക്തകുമാരി രാമകൃഷ്ണനും അത് കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് പ്ലേസ് ഒരുക്കുക എന്നുള്ള സംഗതി. അസിലും 5 ലക്ഷം ഉൾക്കൊണ്ട് പഞ്ചായത്ത് സ്ഥലം വാങ്ങി. സ്ഥലം കിട്ടാതെ ഒരു ബിൽഡിങ്ങും അവിടെ ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിപരമായ പ്രവർത്തനമുണ്ട്, സാമ്പത്തികമായ പ്രവർത്തനമുണ്ട്, മുന്നൊരുക്കങ്ങൾ തയ്യാറായിട്ടുണ്ട്. ആദ്യം അത് വാങ്ങണം, പിന്നീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ട് അത് കൊടുക്കണം. അങ്ങനെയുള്ള പ്ലാനിങ്ങോടും പദ്ധതിയോടും കൂടി ചെയ്തു വെച്ച പ്രവൃത്തികൾ ഇതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ചെയർമാൻ എന്ന സുരേന്ദ്രൻ അഞ്ഞങ്ങാട്, അദ്ദേഹത്തിൻ്റെയും പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഈ തിരുവറമ്പിലെ ഈ പഴയ 2ാം വാർഡ് എന്ന് പറയുന്ന ഒരു വാർഡിൻ്റെ മുഖച്ഛായ മാറ്റാൻ പരിപൂർണമായിട്ട് ഞാനൊരു സമയത്ത് ഇതിലെ ഒരു ഇലക്ഷൻ പീരിയഡിൽ നടന്നു പോകുന്ന സമയത്ത് തൃക്കളൂർ കല്ലെട്ടുപാലത്ത് വെച്ചിട്ട് ഈ വാർഡ് കിയോർ പഞ്ചായത്തിൽ ഏറ്റവും ശോചനീയമായ വാർഡ് കിയോറിന്റെ 2ാം വാർഡാണെന്ന് പറഞ്ഞുപോയി. അതിൻ്റെ പേരിൽ ഒരു പമ്പിൾ സംഘടന തന്നെ അവിടെ ഉണ്ടാകും. കാരണം ഇവിടെ അന്ന് ഭരിച്ചിരുന്ന പാർട്ടിക്കാരും ഞാനും തമ്മിൽ വാക്തർക്കമുണ്ടായി, തല്ലിന് വരെ എത്തി. ഞാനൊരു സത്യം പറഞ്ഞതാണ്, കിയോർ പഞ്ചായത്തിലെ ഏറ്റവും അധോഗതി പിടിച്ച വാർഡ് 2ാം വാർഡാണ്. ഇന്ന് ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന വാർഡും ഈ 2ാം വാർഡായി മാറിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ആ സമൂഹത്തിലുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തിന്റെ വാല്യൂടെ അനുസരിച്ചായിരിക്കണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നമ്മുടെ പ്രചരണങ്ങളും അതുപോലെ തെരഞ്ഞെടുപ്പും എന്ന് ഈ പ്രദേശത്തെ ജനങ്ങളോട് പ്രത്യേകം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF.